ഒരുപക്ഷെ ഒരു 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 പട്ടാളക്കാരന് ഒരു വീരമൃത്യുവിൻ്റെ സമയത്ത് വീരമൃത്യുവിൻ്റെ സമയത്ത് നൽകുന്ന അന്തിമോപചാരം പോലെ ആ NCC കേഡറ്റുകൾ അവന് അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു വല്ലാത്ത കാഴ്ച നമ്മൾ അല്പസമയം മുമ്പ് ആ സ്കൂളിൻ്റെ മുറ്റത്ത് കണ്ടു. അങ്ങനെ എത്രയെത്ര ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഈ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടിലേക്ക് ആ വിലാപയാത്ര കടന്നു വരികയാണ്. അരുൺ രാജ് അതിന് മുന്നിലുണ്ട്, വീടിന് മുന്നിൽ ഒരിക്കൽ കൂടി അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ആ മൃതദേഹം ആ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തുകയാണ്. അവൻ്റെ ആ ഗ്രാമത്തിലേക്ക്, ആ ഗ്രാമവഴികൾ കടന്ന് അവിടേക്ക് എത്തുകയാണ്. നമുക്കത് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. അവിടെ കാത്തു നിൽക്കുന്ന, അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ ആ ആംബുലൻസ്, അവൻ്റെ ചിത്രമൊക്കെ പതിച്ച് ആംബുലൻസ് ഇങ്ങനെ കടന്നു വരുന്നു. ഒരുപക്ഷേ ഈ വഴിയിലൂടെ ആ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോയ, അല്ലെങ്കിൽ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ആ നാട്ടുവഴി, അവൻ ഫുട്ബോൾ തട്ടാറുള്ള ചെറിയ മൈതാനമുള്ള ആ നാട്ടുവഴി, അവിടേക്കാണ് ഇനി ഒരിക്കലും മടങ്ങി വരാത്ത അവസാന യാത്ര എന്ന് പറയാവുന്ന, വലിയ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറയാൻ, പക്ഷേ ആ യാഥാർത്ഥ്യവുമായി നമുക്ക് പൊരുത്തപ്പെട്ടേ കഴിയൂ. അരുൺ, എന്താണ് അവിടെ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിജയകുമാർ, എല്ലാ തവണയും അവൻ കടന്നു വന്നിട്ടുള്ള, അവൻ പിച്ചവെച്ച് നടന്ന അവന്റെ യാത്രകൾക്കെല്ലാം പിൻബലമേകിയ ആ മണ്ണിലേക്ക് അവൻ അവസാനമായി ജീവനറ്റ ശരീരമായി തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. വ്യാഴാഴ്ച പോലും ഇവിടെ നിന്നാണ്, ഈ വഴികളിലൂടെയാണ് അവൻ ഈ സ്കൂളിലേക്കടക്കം കടന്നുപോയത്. ഒടുവിൽ ചേതനയേറ്റ് ജീവനില്ലാതെ ഈ യാത്ര വീട്ടിലേക്ക്, ഇങ്ങനൊരു യാത്ര ഉണ്ടാകുമോ, ഇങ്ങനൊരു യാത്ര ഇപ്പോഴുണ്ടാകുമോ എന്ന് ഒരിക്കൽ പോലും ഈ നാട്ടുകാർ പോലും പ്രതീക്ഷിച്ചതല്ല. കാത്തുനിന്ന ആ വഴികളിലെല്ലാം നിന്ന പ്രായമായവരെല്ലാം തന്നെ പറയുന്നത്, ഞങ്ങളുടെ പൊന്നുമോനാണ്, പോകുമ്പോഴെല്ലാം മുത്തശ്ശി, അമ്മമ്മേ എന്തുണ്ട് എന്ന് ചോദിച്ച് മടങ്ങിപ്പോയവനാണ്. ഇങ്ങനെ ഒരു വരക്കം വന്നു എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം വേദനയുണ്ട് ഓരോരുത്തർക്കും. ഈ നാട്ടുകാരെല്ലാം ആ വേദനയുടെ അങ്ങേ കയത്തിലാണ്. ആ കയത്തിൽ നിന്ന് അവർക്ക് എങ്ങനെ തിരിച്ചു വരാൻ കഴിയുമെന്ന് പോലും ഇപ്പോഴും വ്യക്തമല്ല. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇതിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഇതിനെ എങ്ങനെ ഈ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ, അത്ര വേഗത്തിലൊന്നും അവർക്ക് കരകയറാൻ കഴിയില്ല. അത്ര ആഴത്തിൽ അവരുടെ മനസ്സിൽ ആ വേദന ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. കാരണം ഇതിനായി നിന്നിരുന്ന പ്രധാന വഴികളായിരുന്നുവെങ്കിൽ ഇന്ന് എല്ലാ ഇടവഴികളിലൂടെയും വലിയ ജനസാഗരമാണ് ഈ വീട്ടിൽ ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വഴികൾ ഓരോന്നായി നാട്ടുകാരും ഈ പ്രദേശവാസികളും കണ്ടെത്തി ആ വീട്ടിലേക്ക് എത്തുകയാണ്. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ, തങ്ങളുടെ പ്രിയപ്പെട്ട ആ മിഥുനെ ഒരിക്കൽ കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയ്ക്ക് അന്ത്യചുംബനം നൽകാൻ, അന്ത്യയാത്രാമൊഴിയേകാൻ, അങ്ങനെ ഒരു യാത്രയിലേക്കാണ് ഈ നാട് ഒന്നായി ഒഴുകിയെത്തുന്നത്. വിളന്തറ എന്ന് പറയുന്ന നാട്, ഞാൻ നേരത്തെ പ്പിച്ചു, മനുഷ്യൻ ഇടമുറിയാത്ത ബന്ധമുണ്ട്, ഇഴകീറിയ ബന്ധമുണ്ട്. ആ ബന്ധത്തിനപ്പുറം മിഥുന്റെ വിളന്തറയിലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അവിടെ ഒരു പോലീസ് ഒരു വഴി ക്രമീകരിച്ചിട്ടുണ്ട് ആ മൃതദേഹം ആ വീടിനുള്ളിലേക്ക് കൊണ്ടുപോകാനും. അതവിടെയും ആ വീടിനകത്ത് ഒരു വിരിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു കിടക്ക തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ വെക്കുന്നതിനും ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നിർവികാരമായി ഈ കാഴ്ച കാണാനോ പറയാനോ കഴിയില്ല. കാരണം 13 വയസ്സുള്ള ഒരു കുട്ടി രാവിലെ സ്കൂളിൽ പോയതാണ് 2 ദിവസം മുമ്പ്. അവൻ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് നിശ്ചലനായി ആ വീട്ടിലേക്ക് തിരികെ വരുന്നു എന്നത് ഏതൊക്കെ വാക്കുകൾ കൊണ്ട് നമുക്ക് ആ സങ്കടത്തെപ്പറ്റി, ആ കാഴ്ചയെപ്പറ്റി പറയുക എന്നറിയില്ല. അത്രമേൽ ഹൃദയം നുറുങ്ങുന്ന വേദന ഇത് കാണുന്നവർക്ക്, ഇത് പറയുന്നവർക്ക്, ആ നാട്ടുകാർക്ക് ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വിളന്തറ എന്നതൊരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ നാട്ടുകാർ വളരെ സാധാരണക്കാരായ നാട്ടുകാർ. അവർക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാവുന്നവർ. അവരിൽ ഇടയിലുണ്ടായിരുന്ന ഒരു ഊർജ്ജസ്വലനായ, ഒരു മിടുക്കനായ കുട്ടി, അതാണ് മിഥുൻ. ആ നാട്ടിൽ എല്ലാ കാര്യങ്ങളിലും അവൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരു പക്വതയുള്ള ഒരു കുട്ടി, പ്രായത്തിനേക്കാൾ പക്വതയോടെ പെരുമാറിയ, എല്ലാവരോടും ഇടപെട്ട ഒരു കുട്ടി, അതാണ് മിഥുൻ. അവൻ ആ വീട്ടിലേക്ക് വരികയാണ് നിശ്ചലനായി. ഇനി ആ വീട്ടിലേക്കില്ല, ആ നാട്ടിലേക്കില്ല. ആ നാട്ടിലെ ഇടവഴിയിലൂടെ മിഥുൻ എന്ന ഊർജ്ജസ്വലനായ 13 വയസ്സുകാരൻ ഇനി ഓടി നടക്കില്ല. ആ മൈതാനങ്ങളിൽ അവൻ ഫുട്ബോൾ തട്ടില്ല. ഒരു പട്ടാളക്കാരനാകണമെന്ന് അവൻ്റെ സ്വപ്നത്തെപ്പറ്റി അവൻ ഇനി കൂട്ടുകാരോട് പറയില്ല. ചെരുപ്പ് വാങ്ങാൻ കൂട്ടിവെച്ച ആ നാണയത്തുട്ടുകൾക്ക് ഇനി ഉടമസ്ഥനുണ്ടാകില്ല.
അവൻ്റെ ക്ലാസ്സിലെ ആ സ്കൂൾ ബാഗിന് ഇനിയും ഉടമസ്ഥനുണ്ടാകില്ല. അവൻ വരച്ച ആ ഭിത്തിയിൽ വരച്ച ചിത്രങ്ങൾ ഇനി പൂർത്തിയാക്കാൻ ആരും ഉണ്ടാവില്ല. അവൻ്റെ അനുജനോടൊപ്പം അവനിനി കളിക്കില്ല. ആ വീട്ടിൽ നിന്നുള്ള അലമുറ നിലവിളി അങ്ങ് ദൂരെ നമുക്ക് കേൾക്കാം.